നല്ല ഐബ്രോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്കൊരു മുട്ടൻ പണി കിട്ടിയ കഥയുണ്ട് ഗൈസ്. ഇവർ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു സീരിയൽ വെച്ചോണ്ടായിരുന്നു എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എടുത്തെടുത്ത് വന്നപ്പോൾ അവസാനം ഗൈസ് ഈ പെൻസിൽ നമ്മൾ ഷാർപ്പൺ ചെയ്ത് ചെറുതാവില്ലേ, അതുപോലെയായിരുന്നു എൻ്റെ 2 ഐബ്രോസ് ഉണ്ടോ. അപ്പം എനിക്ക് തന്നെ എൻ്റെ മോൻ കണ്ടിട്ട് ഗൈസ് കരച്ചിൽ വന്നു. ഇവിടെ അമ്മ പറഞ്ഞു, നീയാണെന്നേ ഇപ്പോൾ മനസ്സിലാവില്ല, ഫേസേ ആകെ മാറിപ്പോയി, ഒരു ചെറിയൊരു ഇതറിയണ്ടേ വളരുന്നുണ്ടോ എന്ന്. കാരണം ഇവിടെയൊക്കെ ചെറുതായിട്ട് നമുക്ക് ഗ്രോത്ത് വന്ന് തുടങ്ങണ്ടേ. ഇതൊന്നും വരുന്നില്ല കേട്ടോ. അഞ്ചു എൻ്റെ ഐബ്രോസ് പോയി തോന്നുന്നു, ഇത് എന്താ സംഭവം എന്നൊക്കെയുള്ള രീതിയിൽ ഫസ്റ്റ് ഡേ ഒന്ന് രാത്രി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല ഗൈസ്, 5 to 6 days ആകുമ്പോഴേക്കും എനിക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ മുളച്ച് വരുന്നുണ്ടായിരുന്നു. അടിപൊളി ഓയിൽസ് കേട്ടോ, ഹെയർ ഗ്രോത്തിന് പ്ലസ് നമുക്ക് ഗ്രേയിങ് ഉണ്ടാവില്ലേ, പ്രീമച്ചർ ഗ്രേയിങ് കിടക്കുന്നതിന് ഒരു 15 to 20 minutes മുന്നേ ഞാൻ ഇതുപോലെ ചെയ്തിട്ട് കിടക്കാറാണ് പതിവ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി സാധനം ഫോർ ഐബ്രോ ഗ്രോത്ത് ആണ് കേട്ടോ. എനിക്ക് ആക്ച്വലി നല്ല ഐബ്രോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ എനിക്കൊരു മുട്ടൻ പണി കിട്ടിയ കഥയുണ്ട് ഗൈസ്. അതായത് ഞാൻ എല്ലാ മാസവും ഐബ്രോസ് എടുക്കുന്ന ഒരാളല്ല, എനിക്കിഷ്ടമല്ല എല്ലാ മാസവും എടുക്കാൻ. ഞാനൊരു 4 to 6 months കൂടുമ്പോഴേ എടുക്കാറുള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ ഒരു 5-6 months ആയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതി വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു ജസ്റ്റ് പോയിട്ട് എക്സ്ട്രാസ് മാത്രം എടുക്കുന്നീന്ന്. അപ്പോൾ ശരി എന്നുള്ള രീതി ഞങ്ങൾ പാർലറിൽ പോയിട്ട് അവരോട് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഐബ്രോസ് ഒരുപാട് തിന്നാക്കുന്നത് ഇഷ്ടമല്ല, എക്സ്ട്രാസ് മാത്രം എടുത്താൽ മതിയെന്ന്. ഇവർ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു സീരിയൽ വെച്ചോണ്ടായിരുന്നു എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സീരിയൽ എന്തൊക്കെയോ സീൻസ് വരുമ്പോൾ ഇവരതിൽ മുഴുകിപ്പോയിട്ട് എടുത്തെടുത്ത് വന്നപ്പോൾ അവസാനം ഗൈസ് ഈ പെൻസിൽ നമ്മൾ ഷാർപ്പൺ ചെയ്ത് ചെറുതാവില്ലേ, അതുപോലെയായിരുന്നു എൻ്റെ 2 ഐബ്രോസ് കേട്ടോ. ഭയങ്കര മെലിഞ്ഞിട്ട് തിന്നായിട്ട്, ഈവൺ അവർ ലെങ്ത്തും ചുരുക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ തിക്നെസ്സും ചുരുക്കി. അപ്പം എനിക്ക് തന്നെ എൻ്റെ മോൻ കണ്ടിട്ട് ഗൈസ് കരച്ചിൽ വന്നു. ഈവൺ അമ്മ പറഞ്ഞു, നീയാണെന്നേ ഇപ്പോൾ മനസ്സിലാവില്ല, ഫേസേ ആകെ മാറിപ്പോയി, നീ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ ജനിച്ച സമയത്ത് ഈ കണ്ണും പുരുകൊക്കെ എഴുതി കൊടുക്കില്ലേ, അപ്പം നമ്മൾ എഴുതി വെക്കില്ലേ, അതുപോലൊരു ഫീലായിരുന്നു കേട്ടോ. അത് കണ്ടപ്പം എനിക്കും വല്ലാതായിപ്പോയി. കാരണം ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണം. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയേണ്ട. എനിക്ക് പിറ്റേന്നൊരു ഫംഗ്ഷനും ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും തിന്നാക്കിയ കാരണം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താലും എത്രയ്ക്ക് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും, എല്ലാറ്റിനും ഒരു ലിമിറ്റ് ഇല്ലേ, ഭയങ്കര ബോറായിരിക്കും അത് കാണാനായിട്ട്. അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് വന്നു. അതിന് ശേഷം ഇതൊരു ഞാൻ വിചാരിച്ചു വളരുമല്ലോ, ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് എടുക്കണ്ട, ഒരു 7 to 8 month ഗ്യാപ്പ് കൊടുത്തിട്ട് ഇനി എടുത്താൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം ഞാൻ ഒരു 10 days ഒക്കെ കഴിഞ്ഞു കേട്ടോ, പക്ഷെ ഇത് വളരുന്നില്ല, ഇത് അതേപോലെ തന്നെ ഉണ്ടാകും. അപ്പം എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇതെന്താ വളരാത്തത്, കാരണം ഇവർ നല്ലോണം എടുത്തിട്ടുമുണ്ട്, അറ്റ്ലീസ്റ്റ് നമുക്കൊരു ചെറിയൊരു ഇതറിയണ്ടേ വളരുന്നുണ്ടോ എന്ന്. കാരണം ഇവിടെയൊക്കെ ചെറുതായിട്ട് നമുക്ക് ഗ്രോത്ത് വന്ന് തുടങ്ങണ്ടേ. ഇതൊന്നും വരുന്നില്ല കേട്ടോ, അതേപോലെ തന്നെ നിൽക്കുക. അപ്പം അമ്മ ഇങ്ങനെ പറയായിരുന്നു, അഞ്ചു എൻ്റെ ഐബ്രോസ് പോയി തോന്നുന്നു, ഇതെന്താ സംഭവം എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം ഞാൻ ആകെ ടെൻഷൻ അടിച്ച് സ്ട്രെസ്സായിരുന്നു. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോഴാണ് എനിക്ക് ജസ്റ്റ് ഇങ്ങനെ മൈൻഡിലൊരു ഐഡിയ തോന്നിയത്. ഞാൻ ഹെയറിന് യൂസ് ചെയ്യുന്ന ഓയിലുണ്ട് കേട്ടോ. അപ്പം ആ 2 ഓയിൽ തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ആ ഓയിൽ നമുക്ക് ഗ്രോത്തിനും അതുമാതിരി ഗ്രേയിങ് ഒക്കെ നരക്കലൊക്കെ തടയാൻ വേണ്ടി അടിപൊളി ഓയിലാണ്. അപ്പം അത് നമ്മൾ ആയുർവേദിക് കടയിൽ നിന്ന് വാങ്ങിയ ഓയിലാട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, എന്തായാലും തലയിൽ മുടിയാണുള്ളത്, പുരികത്തിലും മുടിയാണ്, അപ്പോൾ നമുക്കൊന്ന് തേച്ച് നോക്കിയാലോ, എന്തെങ്കിലും റിസൾട്ട് കിട്ടിയാലോ എന്നുള്ള രീതി ഞാനിത് സ്റ്റാർട്ട് ചെയ്തു തേക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത് കഴുകി കളയേണ്ട കാര്യമില്ല, വെറുതെ തേച്ച് വെച്ചിട്ട് ഉറങ്ങിയാൽ മതി കേട്ടോ. അപ്പം തലയിൽ നമ്മൾ വാഷ് ഓഫ് ചെയ്യണ പോലെ ഞാൻ ഇത് കഴുകി കളയാറില്ല, തേച്ച് വെച്ചിട്ട് കിടക്കാറാണ് പതിവ്. അപ്പം ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഡേ ഒന്ന് രാത്രി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല ഗൈസ്, 5 to 6 days ആകുമ്പോഴേക്കും എനിക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ മുളച്ച് വരുന്നുണ്ടായിരുന്നു. ഈ മേലത്തെ പോർഷനിലും ഈ സൈഡിൽ നിന്നൊക്കെ നമുക്ക് വരുമല്ലോ, നല്ല രീതിയിൽ മുളച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പം കറണ്ട് വന്നതാട്ടോ, അതാണ് കറണ്ട് പോയിരിക്കുകയായിരുന്നു, വീണ്ടും പോയി ഗൈസ്, എന്ത് കഷ്ടം. ഓക്കെ, അപ്പം മുളച്ച് വരാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്, തിരിച്ച് കിട്ടിയാൽ ഐബ്രോസ് എന്നുള്ള രീതിയിലായിരുന്നു. കാരണം വളരുന്നുണ്ടായിരുന്നില്ല അത്. യൂഷ്വലി ഞാൻ ഐബ്രോസ് ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാസ് മാത്രമേ എടുക്കണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതൊരു 10 days നമുക്ക് വീണ്ടും വളർന്നു തുടങ്ങുമായിരുന്നു. ഇത് സംഭവം വളരുന്നേ ഇല്ല, ആ ഒരു ഇൻടാക്റ്റ് ആയിട്ട് അത് ഇരിക്കുകയായിരുന്നു. താങ്ക്ഫുള്ളി എനിക്ക് ഈ ഒരു ബുദ്ധി തോന്നിയത്, ഈ ഓയിൽസ് അപ്ലൈ ചെയ്യാമെന്ന്. എന്തോ അപ്ലൈ ചെയ്ത് ഗൈസ് കിഡിലനായിട്ട് ഇപ്പം എനിക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇത് വരച്ചിരിക്കുകയല്ല കേട്ടോ, ഞാൻ ഫസ്റ്റ് തന്നെ പറയണത്, വരച്ചിട്ടൊന്നുമില്ല, ഞാൻ ഫില്ലൊന്നും ചെയ്തിട്ടില്ല. ഇതാ എൻ്റെ നോർമൽ ഐബ്രോസ് തന്നെയാണ്, ഒന്നുമില്ല, കാണുന്നുണ്ടോ?
ഞാൻ വരച്ചിട്ടേ ഇല്ല, ജസ്റ്റ് എപ്പോഴും ഞാൻ വരയ്ക്കാറില്ല, അങ്ങനെ ജസ്റ്റ് ലിവ് ചെയ്യാറാണ് പതിവ്. ഇപ്പം അത്യാവശ്യം വളർന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു, ഇനിയും കുറച്ച് വളരാനുണ്ട്. ഇതല്ല കേട്ടോ, ഇതിനെക്കാട്ടിലും കട്ട് ചെയ്യണം എൻ്റെ ഐബ്രോസ്. അപ്പം ഇപ്പം കുറച്ച് വളർന്നിട്ടുണ്ട്, ഇപ്പം എനിക്ക് കുറച്ച് ആശ്വാസമായി. അപ്പം ഞാൻ വിചാരിച്ചു ഈ റെമഡി എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൂടാ. കുറേ പേർക്ക് ഐബ്രോസ് വളരാണ്ടൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്നെപ്പോലെ ഐബ്രോസ് ഉണ്ടായിരുന്നവരായിരിക്കാം, പക്ഷേ എന്തെങ്കിലും കാരണത്താൽ പിന്നെ അത് വളർച്ച സ്റ്റോപ്പായിട്ട് വല്ലതും ഉണ്ടാവുമായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതൊരു അടിപൊളി ടിപ്പല്ലേ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇതന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നില്ല, ഓൾറെഡി ഞാൻ ഈ ഓയിൽസ് എന്തൊക്കെയാണെന്നുള്ളതും ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഓൾറെഡി ഒരു ക്ലിപ്പിംഗ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരും. നമ്മുടെ ആദ്യത്തെ ഓയിൽ വന്നിട്ട് ഭൃംഗരാജ് തൈലമാണ്, രണ്ടാമത്തെ ഓയിൽ വന്ന് പ്രപുണ്ടരീകാതി തൈലമാണ്. ഈ രണ്ട് ഓയിൽസും നമുക്ക് ആയുർവേദിക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കൂജ എടുത്തിട്ട് 2 ഡ്രോപ്പ് ഓഫ് ഭൃംഗരാജ് ഓയിലും 1 ഡ്രോപ്പ് ഓഫ് പ്രപുണ്ടരീകാതി തൈലം, റേഷ്യോ മാറിപ്പോയത് 2:1 കേട്ടോ. 2:1 റേഷ്യോയിൽ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒരു മിക്സ് കൊടുക്കണം. ഞാൻ ബഡ്സ് വെച്ചിട്ടാണ് ഇവിടെ മിക്സ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൈവച്ച് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് കൊടുത്തിട്ട് നമുക്ക് ഐബ്രോസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അത്രയ്ക്കും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഓയിലാണ് ഗൈസ്. ഇതിന് വലിയ വിലയൊന്നുമില്ല, ആയുർവേദിക് ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് വാങ്ങി ട്രൈ ചെയ്യണം. ചലഞ്ചാട്ടോ, ബിഫോർ 7 ഡേയ്സ് തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗ്രോത്ത് കാണാനായിട്ട് പറ്റും. ബോയ്സിനായിക്കോട്ടെ മീശ വളരാത്ത അല്ലെങ്കിൽ താടി വളരാത്ത ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അടിപൊളി റിസൾട്ട് കിട്ടും. ഗ്രോത്ത് പ്ലസ് ഗ്രേയിങ് ഓഫ് ഹെയർ തടയും കേട്ടോ. അപ്പോൾ ഓയിലിൻ്റെ പേരും ക്വാണ്ടിറ്റി എത്ര എടുക്കേണ്ടതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ എടുത്തത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ അപ്ലൈ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി ഓയിൽ ഇതിൽ എടുത്തിട്ടുണ്ട്, ഒരു ബഡ്സ് കൊണ്ടാട്ടോ ഞാൻ അപ്ലൈ ചെയ്യാറ്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ്. കുറച്ച് ഇത് എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്യില്ലേ, മറ്റേ ഐ ഷാഡോ വെച്ചിട്ട്, ഐ ഷാഡോ അല്ല, ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഞാൻ ഐ ഷാഡോ വെച്ചും ചെയ്യാറുണ്ട് കേട്ടോ. അതാ പറഞ്ഞത്, ഐബ്രോ പെൻസിൽ വെച്ച് ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ ബഡ്സ് വെച്ചിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആദ്യം ഫുൾ നല്ല നീളത്തിൽ തന്നെ ഫില്ല് ചെയ്യണം കേട്ടോ. നമ്മുടെ ഐബ്രോസ് എത്ര നീളമുണ്ടോ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ നീളത്തിൽ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക, 2 ഐബ്രോസ്. ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇത് അടിപൊളി ഓയിൽസ് ആട്ടോ, ഭൃംഗരാജും പ്രപുണ്ടരീകാതി തൈലം, നല്ല അടിപൊളി ഓയിൽസ്. നമുക്ക് ഹെയർ ഗ്രോത്തിന് പ്ലസ് നമുക്ക് ഗ്രേയിങ് ഉണ്ടാവില്ലേ, പ്രീമച്ചർ ഗ്രേയിങ്, അകാല നര, അതൊക്കെ തടയാനായിട്ട് അടിപൊളി ഓയിലാണ്. ഇങ്ങനെ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഒരു മസാജ് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കണ്ട, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്യാറാണ് എപ്പോഴും. നമ്മുടെ പുരികം വല്ല രാക്ഷസ പുരികമാകും ഗൈസ്, കാരണം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ മേലോട്ട് പൊന്തി വരുമല്ലോ. ജസ്റ്റ് കേട്ടോ ഒരു 20 സെക്കൻഡ്സോളം മതി റബ്ബ് കൊടുക്കുക. രാത്രി കിടക്കുമ്പോൾ ചെയ്താൽ മതി കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറ്. നമ്മളെപ്പോഴാണ് കിടക്കുന്നത്, നമ്മുടെ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എപ്പോഴാണോ കിടക്കുന്നതിന് ഒരു 15 to 20 മിനിറ്റ്സ് മുന്നേ ഞാൻ ഇതുപോലെ ചെയ്തിട്ട് കിടക്കാറാണ് പതിവ്. അപ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഒന്ന് നല്ലോണം പിടിക്കുകയും ചെയ്യും. പിന്നെ ത്രൂ ഔട്ട് ആ നൈറ്റ് നമ്മളിതിനെ വാഷ് ഓഫ് ചെയ്യില്ലല്ലോ, അപ്പോൾ നല്ലോണം അതങ്ങനെ അവിടെ തന്നെ ഇരുന്നോളും. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ഫേസ് വാഷ് ഇടാറ്, അപ്പം കഴുകി കളഞ്ഞാൽ മതി. ഡെയിലി ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കിയാൽ മതി ഗൈസ്. വിത്തിൻ ഒരു 6 to 7 ഡേയ്സ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് കണ്ടു തുടങ്ങും കേട്ടോ. ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ മുളച്ച് തുടങ്ങും. കുറേ ഹെയർ സ്ട്രാൻഡ്സ് വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ 20 സെക്കൻഡ്സ് ഞാൻ മസാജ് കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ നമ്മൾ അതങ്ങനെ വെച്ചിട്ട് ഉറങ്ങും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അടിപൊളി യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.